ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് കേട്ടപ്പോഴേ മനസ്സിലായില്ലേ? അതെ, മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്ന് ഇടാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കൂട്ടായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായി രാവിലെ എണീറ്റപ്പോൾ. കാരണം ഞാനിന്ന് 7 മണി 6:30ക്ക് എഴുന്നേൽക്കണമെന്നും പറഞ്ഞ് കിടന്ന ഞാൻ എണീറ്റത് 7 മണി 7:30 ആവാറായി. കാരണം എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. 4:30 ആയപ്പോൾ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, വെള്ളം വന്നിട്ടുണ്ട്, അതുകൊണ്ട് മോട്ടർ ഇടണം എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഒരു 4:30 5 മണിയാകുമ്പോൾ ഒരു കോൾ വന്നാൽ ശ്രദ്ധിച്ചോണം, മോട്ടർ ഇടാനാണ്. പലപ്പോഴും ഞാൻ പകുതി ഉറക്കത്തിലാണ് എണീറ്റ് പോയി മോട്ടറൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റിട്ട് കിടന്നപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങിപ്പോയി, അതാ സത്യം. പക്ഷേ ഈ രാവിലെ കാണുമ്പോൾ എന്തൊരു തണുപ്പ് പോലെയൊക്കെ തോന്നും. പക്ഷേ എൻ്റെ പൊന്നോ, ഒടുക്കത്തെ ചൂടാണ്, നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വന്നിട്ട് രാവിലെ വന്നിട്ട് എൻ്റെ ചെറിയ ഒരു കൃഷിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു പച്ചപ്പ് കാണണമെന്ന് തോന്നി നട്ടതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം വേണമല്ലോ, അപ്പോൾ ഞാൻ പച്ചക്കറി തന്നെ നടാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്, മണ്ണ് സഹിതം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഒരു പാവൽ മാത്രം ഞാൻ കൊണ്ടുവന്ന പച്ചക്കറിയിലെ വിത്തെടുത്ത് വെച്ചതാണ്. പക്ഷേ അത് നന്നായിട്ട് വളർന്നു. ഓൺലൈൻ വിത്തുകളൊന്നും വളർന്നില്ല, അമരപ്പയർ മാത്രം. പിന്നെ പേരറിയാത്തൊരു ചെടിയും പിന്നെ ബീട്രൂട്ടും വളർന്നു കേട്ടോ. പിന്നെ ഒരു തക്കാളി പകുതി വരെ എത്തിയിട്ട് പൂക്കാറായിട്ട്, അത് എന്തുകൊണ്ട് അഴുകിപ്പോയെന്ന് എനിക്കറിയത്തില്ല. എന്നും വെള്ളം ഒഴിക്കുന്നുണ്ടാണോ അറിയത്തില്ല, ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് വന്നത്. അടുക്കളയിൽ വന്നിട്ട് ജനൽ തുറന്നിടും കേട്ടോ. കാരണം ഇച്ചിരിയെങ്കിലും കാറ്റ് കിട്ടിയാലേ ഒരു, കാരണം നമുക്ക് ഈ കുക്ക് ചെയ്യുന്ന ചൂടും എല്ലാ ചൂടും കൂടെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ഞാൻ ഓടിപ്പോയി വീണ്ടും ഫാനിൻ്റെ മുട്ടിലിടുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ തന്നെയാണ് എൻ്റെ ആ ഒരു ഏപ്രിൻ അതും ഹാങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് എൻ്റെ ഡ്രസ്സിൽ അഴുക്ക് പറ്റാതിരിക്കാനാണെന്നും പറഞ്ഞ് വാങ്ങിച്ചെങ്കിലും, പക്ഷേ ഇതിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻസ് ആണ് കേട്ടോ. നമ്മളെന്തോ ഷെഫ് പോലെയൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ തന്നെയാണല്ലോ ഷെഫ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പാത്രം ഒന്നും കഴുകിയിട്ടില്ല. ഇന്നലെ രാത്രി തൊട്ട് ഒരു മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രമൊന്നും കഴുകിയില്ല. പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഫസ്റ്റ് അതാണല്ലോ അല്ലേ, കാരണം അത് ഒന്ന് തിളച്ച് കിട്ടിയാൽ എനിക്ക് റൈസ് കുക്കറിൽ വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഗ്യാസ് നമുക്ക് പറയാലോ, ഗ്യാസ് ഭയങ്കര ഇതായിട്ട് ചിലവായി പോവും. ഞാൻ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ അരി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജും തുറന്ന് വെച്ച് കുറച്ച് നേരം ഞാൻ ആലോചിക്കണം, ഇങ്ങനെ എന്നെപ്പോലെ ആലോചിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ഇന്ന് എന്ത് വെക്കണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പെട്ടെന്ന് വെക്കണം, കാരണം എനിക്ക് ഓഫീസിൽ പോകാറുമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ട്, അതായത് ഞാൻ പറയുന്ന കരുവാട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് നെത്തോലി കരുവാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ഫസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ ആ ചൂടാക്കി എടുക്കുമ്പോൾ ഇത് നല്ല നമുക്കിങ്ങനെ നുള്ളിയെടുക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നുള്ളിയെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തണുത്തിരിക്കുമ്പോൾ അത് പിടിക്കുമ്പോൾ ഒന്നും വരത്തില്ല. ഇതൊക്കെ വാലും തലയൊക്കെ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് പിച്ചി പെട്ടെന്ന് എടുക്കാൻ പറ്റും. എന്നിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്നാക്കി 2 ക്യാരറ്റ് ഇതുപോലെ നല്ല ഇങ്ങനെ മുളപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിന് കൊണ്ടുവന്നത് എൻ്റെ കൃഷിത്തോട്ടമൊന്നും പറയത്തില്ല, എന്നാലും എൻ്റെ അതിൽ നശിച്ചു പോയൊരു കവറിനകത്ത് ഞാൻ കൊണ്ടുവന്ന് വെച്ചു. കാരണം അതിനകത്ത് ഒരു ചെടി ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ട് വെച്ചു. പക്ഷേ ഇതിന് എനിക്ക് പരീക്ഷിക്കാൻ തോന്നിയില്ല. ഒരു സാമാന്യം വലിപ്പമുള്ള ക്യാരറ്റായതുകൊണ്ട് അത് ഞാൻ പരീക്ഷിക്കാനായിട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അരി ഏതാണ്ട് നന്നായിട്ട് തിളച്ചു. ഇനി ഒന്നത് ഓഫ് ചെയ്തിട്ട് ഞാനെടുത്ത് റൈസ് കുക്കറിലോട്ട് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു വലിയ മേജർ ജോലി ഇത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറയില്ല, നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് നെത്തോലി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ഈ സമയത്ത് തന്നെ ഞാൻ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചായിരുന്നു, ക്യാരറ്റ് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തേങ്ങ തിരുവുന്നത്, എനിക്കിഷ്ടമല്ലാത്ത ജോലികളിൽ ഒന്നാണ് തേങ്ങ തിരുവലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചമ്മന്തിക്ക് എന്തായാലും ഒരുപാട് തേങ്ങ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു മെഴുക്ക് പുരട്ടീനാക്കാം, തോരനാക്കണ്ട എന്ന് വിചാരിച്ചു. എന്നിട്ട് അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് തേങ്ങ, പിന്നെ ഇഞ്ചി, നമ്മൾ കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തു. കാരണം ഉപ്പിട്ടില്ല, കാരണം അതിനകത്ത് നമ്മുടെ ഉണക്കമീനിനകത്ത് ഉപ്പുണ്ടല്ലോ, അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഉണക്കമീനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ അതിനൊന്ന് ക്രഷ് ചെയ്യുള്ളൂ, നമ്മൾ ഒരു ക്രിക്ക് എന്ന് പറയില്ലേ, അത്രയാക്കും, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. എന്നിട്ട് അതും കൂടെയൊക്കെ നന്നായിട്ട് ഒന്നാക്കിയപ്പോൾ എനിക്ക് നിറം കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന്
ഭംഗിക്ക് ഇട്ടിട്ട് അതിനൊന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തു. പിന്നെ ഈ ചമ്മന്തിയൊക്കെ എന്ന് പറയുമ്പോഴേ നമ്മൾ തേങ്ങ ഇങ്ങനെ ഒന്നി അല്ലെങ്കിൽ നന്നായിട്ട് തേങ്ങ വറുത്തിട്ട് ചെയ്യാം. അത് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കടുക് വറുത്തെടുത്തു. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്നില്ലേ, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ഒരു ചളിഞ്ഞ പോലെ ഒരുമാതിരത്തെ ഒരു കനച്ച പോലെ ടേസ്റ്റ് വരും. അതുകൊണ്ട് ഞാനൊന്ന് കടുക് വറുത്ത് ഇളക്കിയെടുത്തു. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രസം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ മെഴുക്കും കൂടി നന്നായിട്ട് പെട്ടെന്നൊന്ന് ഇളക്കി മെഴുക്കും കൂടി ആക്കി. പക്ഷേ ഈ സമയമായപ്പം ഏതാണ്ട് ഒരു 8:30 മണിയായിട്ടുണ്ട്. എനിക്ക് 9 മണിക്ക് റെഡി ആവാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ എന്നിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അതുകൂടെ എടുത്ത് ജ്യൂസ് അടിച്ചു. കാരണം ഇപ്പോൾ നല്ല വെള്ളം ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം കുടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുന്നതിനൂടെ എന്തെങ്കിലും ഒരു ജ്യൂസും കൊണ്ടുപോകും. പിന്നെ അത് കിച്ചൺ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടു. വൈകുന്നേരം വന്നിട്ടില്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. നന്നായിട്ട് കിച്ചൺ ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ച് വാരി എന്നിട്ട് റെഡിയാവും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മോർണിംഗ്.